ഹായ്. അപ്പോൾ ഇന്നുള്ളത് പയ്യന്നൂർ പെരിങ്ങോം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെരിങ്ങോം കോളേജിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടമ്മമാർക്ക് തൊഴിൽ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ 2-3 ദിവസമായിട്ട് ലാസ്റ്റ് വീഡിയോസ് എല്ലാം അങ്ങനത്തെ എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസായിരുന്നു ഇട്ടത്. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എന്നെ ഷിബിൻ എന്ന് പറഞ്ഞൊരു ഏട്ടൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെരിങ്ങോം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വന്നിട്ടുള്ള സ്ഥലത്ത് ഒരു സോപ്പിൻ്റെ കമ്പനി നടത്തുന്നുണ്ട്. ലേഡീസാണ് കൂടുതലും വർക്കേഴ്സെല്ലാം ഉള്ളത്. അപ്പോൾ അവർക്കും ഇതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടമ്മമാർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കും താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെയും ഒരു വീഡിയോ എടുത്തു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളത്. അവരെ ഫാക്ടറിയും കാര്യങ്ങളും എല്ലാം കാണാം. ഒരു വലിയ ഫാക്ടറി, സോപ്പ് ഭയങ്കര ഒരു കമ്പനിയല്ല, ചെറിയ വീട്ടമ്മമാർ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണാം. എന്താണ് അവരുടെ സോപ്പ് കാര്യങ്ങളെല്ലാം. അത് മാത്രമല്ല, മൂപ്പര് വിളിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ വേറെയുള്ള പ്രൊഡക്റ്റൊന്നും ചെയ്യലില്ല, ഇത് എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ബ്രോ, ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, ഞാൻ കുറച്ച് പീസ് അയച്ചു തരാൻ പറഞ്ഞിട്ട് 2-3 പീസ് മൂപ്പര് അയച്ചു തന്നു. ഞാനത് ഇപ്പോൾ ഏകദേശം ഒരു 1.5 ആഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആയുർകാന്തി എന്നാണ് സോപ്പിൻ്റെ പേര്. അപ്പോൾ അതൊരു എന്താ പറയുക, നമുക്കത് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അവരവരുടെ പ്രൊഡക്റ്റ് നമുക്കൊന്ന് ഒരു വീഡിയോ ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട്. എല്ലാവരുടെയും ചെയ്തു തരാം, ഞാൻ ഒരുപാട് തിരക്കിലാണുള്ളത്. അപ്പോൾ ഓരോ തിരക്ക് കഴിയുന്നതിനനുസരിച്ചിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും പ്രൊഡക്റ്റ് അതുപോലെ പരിചയപ്പെടുത്താം, വീഡിയോ ചെയ്തു തരാം, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് പെരിങ്ങോം കോളേജ്, ഗവൺമെൻറ് കോളേജ് അങ്ങോട്ടാണ്. ഞാൻ അന്ന് മാളുവിനെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് ആണ് നമ്മളെ ഈ CRPF ട്രെയിനിങ് ക്യാമ്പും കാര്യങ്ങളെല്ലാം. ആടെ വെടിപൊട്ടെന്ന് വെച്ചെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ട്രെയിനിങ്ങും പരിപാടിയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഓൾറെഡി. ഇതാണ് ഞാൻ പറഞ്ഞ ഉദയം സൂര്യകാന്തി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ നമ്മൾ ഈ സോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പോൾ മാഷ് പേര്? എൻ്റെ പേര് പ്രേമരാജൻ. ഓക്കെ, മാഷേന്ന് പറഞ്ഞു. എവിടെ? ഞാൻ തിരുവനന്തപുരത്തായിരുന്നു അധ്യാപകനായിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഞാൻ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു പ്ലാനിങ് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു മാസ്റ്റർ ട്രെയിനിങ് ആയിരുന്നു ഈ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ. 600 സ്കൂളുകളിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ സോപ്പിന് ഭയങ്കര ഒരു താല്പര്യം, അതൊരു വലിയൊരു പാഷൻ ആയിരുന്നു. അപ്പോൾ അത് നേരെ ഒന്നും നോക്കാണ്ട് അതിലേക്ക് ഇറങ്ങി ബിസിനസ് മോഡലിലേക്ക് വന്നത് ഇപ്പോഴാണ്. ഇത് കോൺടാക്ട് ചെയ്ത് ഷിബിൻ ബ്രോ. ഞാൻ ഇതിൻ്റെ സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ ഞാനാണ് നോക്കുന്നത്. ഓക്കെ. ഈ സോപ്പ് ഞാൻ യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. വെറുതെ എന്തെങ്കിലും പരസ്യം ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. നമുക്ക് കാണുന്നവർക്കും നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ എന്തും അങ്ങ് ചെയ്യാന്നുള്ളതല്ല, നമ്മളതിൻ്റെ ഒരു ക്വാളിറ്റി. അതുകൊണ്ട് ഞാൻ അയച്ചാൽ മതി, ഫസ്റ്റ് സാധനം അയച്ചിട്ട് 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതെ. അപ്പോൾ അതെന്തായാലും റിസൾട്ട് ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരുകയും ചെയ്തത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മാഷ് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളെ വിപണിയിൽ ഇഷ്ടംപോലെ സോപ്പുകൾ കിട്ടാനുണ്ട്. പല തരത്തിലുള്ള പല നടിമാരും നടന്മാരും എല്ലാം യൂസ് ചെയ്യുന്ന സോപ്പുകൾ കിട്ടാനുണ്ട്. അപ്പോൾ ആ സോപ്പിൻ്റെ എല്ലാം ഇടയിൽ എന്തുകൊണ്ട് ആയുർകാന്തി യൂസ് ചെയ്യണമെന്ന് മാഷോട് ചോദിച്ചാലുള്ള ഉത്തരം മാഷ് എന്നെ ഒന്ന് പറഞ്ഞു. അതെ, നമുക്കറിയാലോ ഇന്നിപ്പം വിപണിയിൽ ഒരുപാട് സോപ്പുകളുണ്ട്. ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഞങ്ങളുടെ ആയുർകാന്തിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമുക്ക് സോപ്പിലുണ്ടാകുന്നത് സോപ്പിൻ്റെ മെയിനായിട്ടും പതയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആസിഡ് സ്ലറിയ ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ ആയുർകാന്തിയിൽ ഉപയോഗിക്കുന്നത് സോപ്പിംഗ് കായാണ്. നമ്മളെ പണ്ട് വീണ് കിട്ടുന്ന സോപ്പിംഗ് കായാണ്. പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ തുണി അലക്കാനും പാറയിലൊക്കെ വരച്ചിട്ട് പതയൊക്കെ ഉണ്ടാക്കുന്ന സോപ്പിൻ കായാണ് നമ്മൾ ഇതിന് പതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഉദ്ദേശം തന്നെയാണ് പരമാവധി കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുക, അത് ജനങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാന്നുള്ളത്. ആയുർകാന്തി സോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് എന്നോട് ചോദിച്ചല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നമ്മുടെ സോപ്പിൽ പ്രധാനമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ്, പ്രത്യേകിച്ച് ത്രിബലയിൽ നമുക്ക് കടുക്ക, നെല്ലിക്ക, താന്നിക്ക, അത് നമ്മൾ സോപ്പിൽ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ്. അത് ഇവിടെ നമ്മൾ കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു രാസവസ്തു, പിന്നെ അതിനെ എണ്ണയായിട്ട് അല്ലെങ്കിൽ ആസിഡിനായിട്ട് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്.
ഓക്കെ. വെളിച്ചെണ്ണ ഒരു ഓർഗാനിക് ആസിഡാണ്. അതാണ് അതിൻ്റെ ആസിഡ് സ്വഭാവം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ആൽക്കലി ആയിട്ട് പ്രവർത്തിക്കുമ്പം ഈ അതിൻ്റെ ആസിഡ് സ്വഭാവം പുറത്തേക്ക് വരും. അത് പുറത്തേക്ക് വരികയും ചെയ്യും. അതൊരു ഗ്ലിസറിൻ, അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഗ്ലിസറിൻ വരും. അപ്പോൾ നമ്മുടെ സോപ്പിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, നമ്മുടെ ത്വക്കിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സാധനമാണ് ഗ്ലിസറിൻ. അപ്പോൾ ഈ ഗ്ലിസറിൻ ഇതിൽ നിന്ന് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കോൾഡ് പ്രോസസ്സിൻ്റെ പ്രത്യേകത. കോൾഡ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെഷീൻ വെച്ചിട്ടോ, ഞാൻ പറഞ്ഞല്ലോ ഓട്ടും സെമിയും ഒക്കെ ഉണ്ട്, അതൊക്കെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ചെയ്യുന്നതാണ്. അറ്റ് എ ടൈം ഈ ആസിഡും ആൽക്കലിയും കൂടെ ചേർത്തിട്ട് പെട്ടെന്ന് ആയിരക്കണക്കിന് സോപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിലൊക്കെ ഗ്ലിസറിൻ ആഡ് ചെയ്യുക. ഇതിൽ നമ്മൾ ഗ്ലിസറിൻ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്, അതാണ് ഏറ്റവും പ്രത്യേകത. അതെ, ഇതിൽ വരുന്നത് ഏറ്റവും പ്രത്യേകത അതാണ്. അപ്പോൾ അതാണ് ഈ കോൾഡ് പ്രോസസ്സുള്ള സോപ്പുകൾ. അതിൽ നമ്മൾ സാധാരണ സോപ്പ് മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് അതിന്റെ മണമാണ്. രണ്ടാമത് അതിന്റെ വില നോക്കും, മണപ്പിച്ച് നോക്കും. നല്ല മണമാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് അതിന്റെ TFM നോക്കുകയാണ്, ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയും. ആ TFM വെച്ചിട്ടാണ് ഒരു സോപ്പിന്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ TFM ഒരു 70-ൽ കൂടുതലുള്ള TFM ഉള്ള സോപ്പുകളാണ് നമ്മൾ ഇതിലുണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ്? അപ്പോൾ 70-നും മേലോട്ട് കൂടുകയാണ് വേണ്ടത്. കൂടുകയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് നല്ല സോപ്പുകൾ, അത് ഞങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് കൂടുതലുണ്ടാകുന്നത്. ഞാൻ ഈ പറഞ്ഞ ഓർഗാനിക് 9 ഓർഗാനിക് ആസിഡുകൾ ചേർന്നതാണ് വെളിച്ചെണ്ണ. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മുടെ ത്വക്കിന് ഏറ്റവും ഗുണപ്രദമായിട്ട് മാറും. നമുക്ക് ഈ ആയുർകാന്തിയിൽ നമ്മൾ ത്രിബലയാണ് മെയിനായിട്ട്, ആംലയാണ് അതിൽ. നെല്ലിക്കയുടെ പ്രത്യേകത അറിയാലോ. അപ്പോൾ ഇതിൽ നമുക്ക് സ്ലെറി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. സ്ലെറിക്ക് പകരം നമ്മൾ സോപ്പും കായ ഉപയോഗിച്ചിട്ട് പത ഉണ്ടാക്കുന്നു. അപ്പോൾ റിയാക്ഷനോ അതുപോലുള്ള നമ്മളെ ചില ആൾക്കാർക്ക് സോപ്പ് പറ്റൂല. അതൊന്നും കുഴപ്പമില്ല നമ്മുടെ സോപ്പുകൾക്ക്. പിന്നെ മറ്റൊന്ന് പറയുന്നത് എണ്ണയാണ്, വെളിച്ചെണ്ണയിൽ തന്നെയാണ്, നല്ല ശുദ്ധമായ ആട്ടിയ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സോപ്പ്. അതെ, അതുകൊണ്ടാണ് ഞാൻ പൊതുവേ ബാക്കിയുള്ള സോപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫേസും അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവും, അതുപോലെ തന്നെ ഹെയറെല്ലാം ഡ്രൈ ആവും. അപ്പോൾ ശിവേട്ടനോട് പറഞ്ഞു ഇങ്ങനെ അത് യൂസ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആകുന്ന സ്കിന്നാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ടാണ്. വെളിച്ചെണ്ണേൻ്റെ നമ്മൾ പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണല്ലോ, വെണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത് കുളി തന്നെ ഉണ്ട്. അതുപോലെ അതില്ല. അപ്പോൾ നമ്മൾ നോർമൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരുവിധം എല്ലാ സോപ്പുകളും എന്ന് വെച്ചാൽ നമ്മുടെ ബോഡീനെ ഡ്രൈ ആക്കുക. ഇത് നമുക്കൊരു കുളിർമയുണ്ടാവും. അപ്പൊ നിങ്ങളത് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഗ്ലിസറിൻ ബൈ വന്ന അതും വെളിച്ചെണ്ണയുടെയും കൂടെ ആകുമ്പോഴാണ്, പ്രത്യേകിച്ച് ത്രിബല നെല്ലിക്കൊക്കെ നല്ല തണുപ്പ് തരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നല്ല സോപ്പായിട്ട് മാറുന്നത്. കുരുമുളക് ഇതോ അത് സൺഫ്ലവറിന്റെ അല്ലേ? സൺഫ്ലവർ സീഡ്. ഓക്കെ. പിന്നെ മുരിങ്ങേൻ്റെ പൊടി പൊടിച്ചത്. ഇത് നമ്മളെ സാമ്പു കായ്. പിന്നെ കുറെ പൊടി, തേനല്ലേ? ഇത് ഡെഡ് സീ മഡ് എന്ന് പറയും. ചാവുകടലിന്റെ ഇതുള്ള സമുദ്രനിരപ്പ് 400 അടി താഴ്ചയുള്ളതല്ലേ. പിന്നെ നമ്മുടെ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിനെ നമുക്ക് ഇവിടെ റൈഡിയറായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തുനിന്നുള്ളവർ വരും. വർക്കവേ എന്ന് പറഞ്ഞുള്ളൊരു പ്രോഗ്രാം. അങ്ങനെ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഫേസ് കിട്ടുന്നില്ല കേട്ടാ, സാരല്ല, എന്നാലും ഇത് പറയാം. ഇത് വർക്കവേ എന്ന് പറഞ്ഞാൽ ട്രാവലേഴ്സ് വരും. അവരിവിടെ താമസിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാനൊക്കെ കൂടി അവർക്ക് ഫുഡ് അക്കോമഡേഷൻ ഒക്കെ കൊടുക്കും. അത് അടിപൊളിയാണ്. അത് ഓറഞ്ചിന്റെ ഓറഞ്ച് പീല് നേരത്തെ പറഞ്ഞല്ലേ പൊടിച്ചാണ്. ഇത് പാഷൻ ഫ്രൂട്ടിന്റെ. ഇതൊക്കെ നമുക്ക് ഈ ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി എല്ലാം ആണ്. നമ്മുടെ ത്വക്കിന് വളരെ ഗുണങ്ങൾ ഉള്ളത് അല്ലേ. അങ്ങനത്തെ ഇത് മാവിന്റെ ഇല പൊടിച്ചതാണ്. ഇത് എന്തപാല ഓയിൽ ഉപയോഗിക്കും. ഇത് എന്തപാല ഓയിൽ. അപ്പോൾ എല്ലാം ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത്. മുരിങ്ങയുടെ ഇതില്ലേ, മുരിങ്ങയുടെ സീഡ്, അതിൻ്റെ ഓയിൽ, മുരിങ്ങക്കായയുടെ ഓയിൽ, വെണ്ണീര് അല്ലേ? നമ്മളെ മറ്റേ ഡിഷ് വാഷിന് ഉപയോഗിക്കുന്ന പറഞ്ഞാ. ഓക്കെ. ഇത് അരിച്ചിട്ട് സ്റ്റോർ ചെയ്ത് നോക്കും അല്ലേ? ഇത് ഇവർ തന്നെ കൊണ്ടുവരും, ഇവർ വീടുകളിൽ നിന്ന് ഇവർ കൊണ്ടുവരും. അപ്പോൾ അതിന് അവർക്ക് 1 കിലോയ്ക്ക് ഇങ്ങനെ അരിച്ചെടുത്ത് കൊണ്ടുവരുന്നതിന് 7 രൂപ കൊടുക്കും. സാമ്പു കൈ അല്ലേ? പണ്ട് തുണി അലക്കാനല്ലോ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായത് തുണി പണ്ട്?
ആ ഓക്കെ, ഇതാണ് പതയായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? അടിപൊളി. ത്രിവല, ആ സോപ്പും കായ പൊടിച്ചത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്ത സാധനം അല്ലേ ശിവേട്ടാ? അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് ഉള്ളത്. ഇത് ഒരു സ്പെഷ്യൽ എന്തോ സാധനം, ഡോങ്കി മിൽക്കിന്റെ സോപ്പാണത്. അങ്ങനെ വെച്ചാൽ നമ്മൾ ഡോങ്കി കഴുതപ്പാലിന്റെ സോപ്പാണ്. സാധാരണ ഇപ്പം കഴുതപ്പാലിന്റെ സോപ്പ് പലരും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അവര് ഇതിന്റെ ബേസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്കിവിടെ തലശ്ശേരി ചൊക്ലി ഒരു ഫാം ഉണ്ട്, നമ്മളെയല്ല വേറെ ആളെയാണ്. അവിടെ നിന്ന് റിയൽ മിൽക്ക് തന്നെയാണ് കഴുതപ്പാൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കും കാണുന്നവർക്കും പെട്ടെന്ന്. ഇത് സീലിയ എന്ന് പറഞ്ഞൊരു സോപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് സോറിയാസിസ് പോലെയുള്ള ചർമ്മരോഗങ്ങൾ വരുമ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൽ ഏകദേശം ഒരു 39ഓളം ആയുർവേദ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആയുർഗാന്ധിന്റെ കോമൺ ആയിട്ട് എല്ലാത്തിനും യൂസ്. നമ്മളൊരു സ്പെഷ്യൽ സോപ്പ് എന്ന് തന്നെ പറയാം, ആഷ് ഡിഷ് വാഷ് എന്ന് പറയും. ചാരം, പണ്ട് കാലത്ത് നമ്മൾ ഈ ചാരം ഉണ്ടല്ലോ, വെണ്ണീരാണ് നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിച്ചിരുന്നത്. നമ്മൾ പലതരത്തിലുള്ള അലുമിനിയം അമ്മയെല്ലാം തേക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇത് ആവുന്നത്. അപ്പൊ ആ ചാരം വെച്ചിട്ട്, ചാരവും വെളിച്ചെണ്ണയാണ് ഇത് പാത്രം കഴുകുന്നത്. ഓക്കെ. നമുക്ക് ഈ പരസ്യം കണ്ടിട്ട് നമുക്കിപ്പം ഒരു കമ്പനിയുടെ പേരാണ് നമുക്കിപ്പോൾ പാത്രം കഴുകുന്നതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു കമ്പനീൻ്റെ പേരാണ് നമുക്ക് ഓർമ്മ വരിക. അതുപോലെ നമുക്കൊരു സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്ത് വരുന്ന ഒരു സോപ്പ് എന്നല്ല, ഇന്ന് അതിൻ്റെ പേരാന്ന് വരിക. അപ്പോൾ ഇത് പാത്രം കഴുകുന്ന ചാരം എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയ ഒരു ക്ലീനിങ് ഏജന്റ് ആണ് പണ്ട് കാലം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വേൾഡിൽ അത് ഉപയോഗിക്കാൻ പ്രാക്ടിക്കലി എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ബാർ രൂപത്തിൽ സോപ്പ് ആക്കിയതാണ്. അപ്പോൾ പല ഡിഷ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കിന്ന് ഒരു വെള്ള കളറായിട്ട് വരുന്ന അലർജിയാണ്. പക്ഷെ മറ്റു മാർഗ്ഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവർ മറ്റ് ഡിഷ് വാഷ്, കെമിക്കൽ ഡിഷ് വാഷുകൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാകും. അപ്പോൾ അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അലർജി ഉള്ള ആൾക്ക് വളരെ ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ പാത്രം കഴുകുന്നതും ഉണ്ട്, അതുപോലെ തുണി അലക്കുന്നത്. അതെങ്ങനെ? അതും ഇതുപോലെ തന്നെയാണ്. ഈ അലർജി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയും. സോപ്പ് ഇത് ധാരാളമായിട്ട് ആൾക്കാർ ഇത് ഉപയോഗിച്ചവർ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മളെ ഇത് കഴുതപ്പാലിൻ്റെത്, ഇത് സോറിയാസിസ് അല്ലേ പറഞ്ഞത്? സോറിയാസിസ്. ഇപ്പം പല ആൾക്കാർക്കും സോറിയാസിസിൻ്റെ എല്ലാം ഇതുണ്ട്. അപ്പോൾ സോറിയാസിസിൻ്റെ ഇതിന് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആയുർഗാന്ധി. ഇത് തുണി അലക്കൽ പരിപാടി, ഇത് പാത്രം കഴുകുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊരു പ്രീമിയം ക്വാളിറ്റി സോപ്പ് തന്നെയല്ലേ? സോപ്പ് തന്നെയാണ്. ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സോപ്പാണ്. എക്സ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ അവിടുത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഓ, ഇത് ഫുള്ളി ഓർഗാനിക് ആണ്. ഒരു കെമിക്കൽ ഫ്രീ സോപ്പ് തന്നെ പറയാം. സാധാരണ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് സാധാരണ നമ്മളിപ്പോൾ നമ്മുടെ സോപ്പുകളിലെല്ലാം പെർഫ്യൂമാണ് ഉപയോഗിക്കുക. ഇതിനകത്ത് നമ്മൾ എസെൻഷ്യൽ ഓയിലുകളാണ് ഉപയോഗിക്കുന്നത്. അതൊരു സോപ്പ് ഇങ്ങനെ ഒരു പെട്ടിയിൽ സോപ്പിന്റെ ഭാഗ്യല്ലേ, ഇത്രയും വലിയൊരു പെട്ടി. അതെന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു സോപ്പ് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം വേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ഇവരെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ റേറ്റും കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ മാക്സിമം കുറച്ച് കൊടുക്കും. വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷിബേട്ടനും മാഷും അതുപോലെ തന്നെ. അപ്പോൾ ഷിബേട്ട് ഏത് സോപ്പായാലും നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കെമിക്കൽ യൂസ്, പതക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സോപ്പിൻ കായാണ്, അങ്ങനെ ഉണ്ടാക്കുന്ന സോപ്പുകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ അപൂർവമായിരിക്കും. ഓക്കെ. അതിന് തൊട്ടിട്ട് തന്നെയാണ് മാഷ വീടും. അപ്പോൾ
എന്തൊക്കെയോ കൃഷി പരിപാടികളെല്ലാം ഉണ്ട് മാഷ്ക്കെന്ന് തോന്നുന്നു. ആകാശമുട്ട എന്ന് പറഞ്ഞ സാധനം. എങ്ങനെ പക്ഷേ ആകാശമുട്ട ആകാശമുട്ട അല്ലേ? ആ ഓക്കെ. ചെറുപ്പകാലത്ത് കുട്ടികൾ നമ്മൾ സ്കൂളിലെല്ലാം പോകുന്ന സമയത്ത് കാട്ടിലുണ്ടാകുന്നതാണ്. ആ ഓക്കെ 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 മനസ്സിലായി. കൃഷി പരിപാടി ഉണ്ടാ? ഇതെല്ലാം മൊത്തത്തിൽ പാറ പ്രദേശമാണ് ശരിക്കും ഇത് അല്ലേ? ഇത് ഫുള്ള് നമ്മളെ മാടായിപ്പാറ പോലെയാണ് ഉള്ളത്. മാടായിപ്പാറ അങ്ങനെയാന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് താഴെ കണ്ടോ, ഇതിൽ ഇത്രയും പൊക്കത്തിൽ മണ്ണിട്ടിട്ട് പൊക്കിയതാണ് അല്ലേ? പൊക്കിയാണ്, പാറയാണ് കേട്ടോ. ഇതിൻ്റെ താഴോട്ടേക്കെല്ലാം പാറയാണ്. നമ്മളെ കാക്കപ്പൂ ഇങ്ങനെ വിരിഞ്ഞിട്ട് മാടായിപ്പാറക്ക് കാക്കപ്പൂ വിരിഞ്ഞ കണക്ക് അങ്ങോട്ടേക്ക് ഇതെല്ലാം വിരിഞ്ഞിട്ട് കണ്ടു ഞാൻ. കുപ്പമേനി എന്ന് പറയും, ഇതിനെ പൂച്ചമയക്കി എന്ന് പറയും. പൂച്ചമയക്കി, പൂച്ചമയക്കി, കുപ്പമേനി. അത് സിദ്ധവൈദ്യത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഈ ത്വക്ക് രോഗങ്ങൾക്കും ഇതിനൊക്കെ വളരെ നല്ല സാധനമാണ്. ഇതിന്റെ പ്രത്യേകത എന്താ പറയുക, ഈ പൂച്ചമയക്കി എന്നുള്ള പേര് വരാൻ കാരണം എന്താ പറയുക, ഇതിന്റെ വേര് പിന്നെ ഉണക്കിന്റെ മണമാണ്. ഉണക്കിന്റെ ഉണക്കില്ല ആ മണമുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഈ ചെടിയുടെ അടുത്ത് വന്നിട്ട് ഇത് പൂച്ച ഇങ്ങനെ മണം. അതുകൊണ്ടാണ് ഈ പൂച്ചമയക്കി. മീൻ കുളമുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കുട്ടികൾ വരാണ്ട് അടുത്തടുത്ത സ്കൂളിൽ നിന്ന്. അവരിവിടെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും, സോപ്പിന്റെ ഇതെല്ലാം. അങ്ങനെ രാവിലെ വരാൻ വേണ്ടി ഇരുന്നത്. അപ്പൊ നിങ്ങൾ വരുന്നോണ്ട് അപ്പോൾ കൃഷിയും ചെറിയ പരിപാടി കാര്യങ്ങളെ. അതെ അതെ, നമ്മളിപ്പോൾ റിട്ടയർമെന്റ് ലൈഫാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ കൃഷിയും സംഭവമൊക്കെ ഉണ്ട്. പരമാവധി ഇങ്ങനെ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അതെ അതെ. പിന്നെ ഈ സോപ്പ് തന്നെ ആഫ്റ്റർ റിട്ടയർമെന്റിൽ ഞാൻ ഈ സോപ്പ് തന്നെ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സാധനം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആൾക്കാരിലേക്ക് എത്തിക്കുക. പരമാവധി നമുക്ക് ത്വക്കിന് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ സോപ്പ് ഉപയോഗിക്കുന്നതിന് നമ്മളിപ്പോൾ ഓരോന്നിനും ഇന്നതൊക്കെ ഉണ്ട് എന്നുള്ളതല്ല. നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ എന്നോട് ഷിബിയായിട്ട് പറഞ്ഞ താരന് പറ്റും, താരം പോകാൻ വേണ്ടി യൂസ് ചെയ്യുക. അതേപോലെ വേറെ ആയുർകാന്തിയിലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ചുടുകുരുവിനും അതുപോലെ നമ്മുടെ താരനൊക്കെ വളരെ ഫലപ്രദമാണ്. അപ്പോൾ താരൻ ശരിക്കും നമുക്ക് സാധാരണ സോപ്പുകളൊന്നും തലയിൽ തേക്കാൻ പറ്റില്ല. നമ്മുടെ സോപ്പ് ധൈര്യമായിട്ട് തലയിൽ തേക്കലുണ്ട്. തലയിൽ തേക്കാൻ ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്നറിയോ, സാധാരണ നമുക്ക് അതിൽ സ്ലറി ഉപയോഗിക്കുന്നുണ്ടാണ് തലയിൽ തേക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു സോപ്പ് നിങ്ങൾ പരിശോധിച്ചാൽ അതിന്റെ pH മൂല്യം നമുക്ക് പതയാക്കി എടുത്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. സാധാരണ സോപ്പുകളിലൊക്കെ ഉണ്ടാകുന്ന pH എന്ന് പറഞ്ഞാൽ 7 മുതൽ 13 വരെ നമുക്ക് അഫോർഡബിൾ ആണ്. നമ്മുടെ ബിലോ 6 താഴെയായിട്ടൊക്കെ നമുക്ക് pH മൂല്യം ഉള്ളതാണ് നമ്മുടെ സോപ്പുകളെല്ലാം ഉള്ളത്. പിന്നെ നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ചുടുകുരുവിന് എന്തുകൊണ്ടാണ് ഇത് ഗുണപ്രദമെന്ന്, നെല്ലിക്കയും താന്നിക്കയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിനൊരു നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്ന ഒരു തണുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അത് അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. പരമാവധി ജനങ്ങൾ ആരോഗ്യപ്രദമായിട്ട് ജീവിക്കുക, ത്വക്ക് രോഗങ്ങളൊന്നും വരാതെ ജീവിക്കുക. അപ്പോൾ അതെന്തായാലും നല്ലൊരു തീരുമാനമാണ്. അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ. ഇത് എത്ര ആൾ കാണുന്നോ ഒന്നും ആൾക്കറിയില്ല ഈ വീഡിയോ. അപ്പോൾ കാണുന്നവർക്കൊക്കെ ഉപകാരപ്പെട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സോപ്പ് വേണ്ടവർ ഞാൻ മാഷ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്വയം തൊഴിൽ പോലെ പലർക്കും ഇതിൽ നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാം. പലരും പറയും ഒരു ജോലിയില്ല, അല്ലെങ്കിൽ കുറച്ച് വരുമാന മാർഗ്ഗമില്ല എന്നുള്ളത്. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ സോപ്പ് ധൈര്യപൂർവ്വം വിൽക്കാം. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി നമ്മളെ പൊടികളെ, എൻ്റെ കറിപ്പൊടികളെ വീഡിയോ ഇട്ടപ്പോഴാണ് ഷിബിയേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഒരു ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടമ്മമാർക്ക് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ സാധനം എത്തിച്ചു കൊടുക്കുക. അങ്ങനെ വേണ്ടവർ ഉണ്ടെങ്കിൽ, സെയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട്. മാഷിയോ ഷിബിയേട്ടൻ്റെ രണ്ടാളെയും നമ്പർ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്താൽ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ, സോപ്പ് ഉപകാരപ്പെടട്ടെ, ഈ ഒരു തൊഴിലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. നമ്മുടെ സോപ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നമുക്ക് കൊറിയർ ചെയ്ത് തരാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ, അല്ലെങ്കിൽ ആ ഒരു വരുമാനം ആഗ്രഹിക്കുന്ന സ്ത്രീകളോ ആരോ ആയിക്കോട്ടെ, അവർക്ക് നമുക്ക് ഹോൾസെയിൽ പ്രൈസിന് കൂടുതൽ എടുക്കുകയാണ്. ഹോൾസെയിൽ പ്രൈസിന് നമുക്ക് പ്രോഡക്റ്റ് ഇവിടുന്ന് അയച്ചു തരാൻ പറ്റും. ഓക്കെ.